നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. KSRTC ജീവനക്കാർക്ക് ഇത്തവണയും ശമ്പളമില്ല, മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴായി. KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും 5-ാം തീയതിക്കകം ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴായി. ഇത്തവണ 6-ാം തീയതിയായിട്ടും ശമ്പളമില്ല. ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. സ്കൂളുകൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ പോലും KSRTCയിൽ ശമ്പളം ക്രമമാവാത്തത് ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. KSRTCക്ക് ശമ്പള ഇനത്തിൽ ധനവകുപ്പ് അനുവദിക്കുന്ന 50 കോടി രൂപ 2 ആഴ്ച മുൻപ് അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. മുരളി ഏതു പദവിക്കും യോഗ്യൻ? KPCC അധ്യക്ഷ സ്ഥാനം മുരളിക്ക് നൽകാം. K. സുധാകരൻ. മുരളിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിൽ തടസ്സമില്ലെന്ന് കണ്ണൂരിലെ നിയുക്ത MPയും KPCC പ്രസിഡന്റുമായ K. സുധാകരൻ. മുരളി എവിടെ മത്സരിപ്പിക്കാനും യോഗ്യനാണെന്നും K. സുധാകരൻ പറഞ്ഞു. ആദ്യം അതിന് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അറിയണം. രമ്യയുടെ പരാജയത്തിന്റെ കാരണം പരിശോധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. പാനൂർ ബോംബ് സ്ഫോടന കേസ് മുഖ്യസൂത്രധാരൻ പിടിയിൽ. ചികിത്സയിലായിരുന്ന വിനീഷിന്റെ അറസ്റ്റ് ആശുപത്രി വിട്ടതോടെ. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ 1-ാം പ്രതി വിനീഷ് അറസ്റ്റിൽ. സ്ഫോടനത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂരിൽ ചികിത്സയിലായിരുന്ന വിനീഷ് ആശുപത്രി വിട്ടതോടെയാണ് അറസ്റ്റ്. ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യസൂത്രധാരൻ വിനീഷ് ആണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ വീടിന് തൊട്ടടുത്തുള്ള നിർമ്മാണത്തിലിരുന്ന വീട്ടിലാണ് ബോംബ് നിർമ്മിച്ചിരുന്നത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. 2-ാം പ്രതി ഷെറിൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം. 34 തടങ്ങളിലായി 436ഓളം കഞ്ചാവ് ചെടികൾ. പാലക്കാട് അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി. അട്ടപ്പാടി പാടവയലിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത്. 34 തടങ്ങളിലായി 436ഓളം കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 2 ആഴ്ച മുതൽ 6 മാസം വരെ പ്രായമുള്ള ചെടികളാണ് കണ്ടെത്തിയത്. അഗളി റേഞ്ച് എക്സൈസ് സംഘത്തിന്റെയും വനംവകുപ്പിന്റെയും സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വിപണി മൂല്യമുള്ളതാണ് ചെടികളെന്ന് എക്സൈസ് അറിയിച്ചു. സാമ്പിൾ ശേഖരിച്ച ശേഷം തോട്ടം നശിപ്പിച്ചു. പക്ഷിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. ലോകത്തിൽ ആദ്യമായി പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യൻ മരിച്ചതായി സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. മെക്സിക്കൻ സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. ഏപ്രിൽ 24-നായിരുന്നു മരണം. ലോകത്താദ്യമായി H5N2 പകർച്ച സ്ഥിരീകരിച്ച മനുഷ്യനും ഇയാൾ തന്നെയാണ്. എവിടെ നിന്നാണ് ഇയാൾക്ക് വൈറസ് ബാധയേറ്റതെന്ന് കണ്ടെത്താനായിട്ടില്ല. മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തൃശൂരിൽ മാത്രം ഒതുങ്ങില്ല, കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി പ്രവർത്തിക്കും. ഇനി ഈ ചാണകത്തെ പാർലമെന്റിൽ സഹിക്കട്ടെ. സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയാകണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടാൽ നിഷേധിക്കില്ലെന്ന് സുരേഷ് ഗോപി. സിനിമയാണ് തന്റെ പാഷൻ. സിനിമ മാതാപിതാക്കളെ പോലെയാണ്, അതിനെ തള്ളിപ്പറയില്ല. സിനിമകൾ ഇനിയും കൂടുതൽ ചെയ്യും. ഇക്കാര്യം കേന്ദ്രത്തെ അനുഭാവപൂർവ്വം അറിയിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ന് ഡൽഹിയിലെത്തുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. നിർമ്മല സീതാരാമൻ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക്. ധനമന്ത്രിയായി അമിതാഭ് കാന്ത് എന്നും സൂചന. നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്ത് മന്ത്രിസഭയിലേക്കെന്ന് സൂചന. ധനമന്ത്രിയാകുമെന്നാണ് സൂചന. പകരം നിർമ്മല സീതാരാമൻ BJP അധ്യക്ഷ പദവിയിലേക്ക് എത്തിയേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കാലാവധി അവസാനിക്കുന്നത് പരിഗണിച്ച് നന്ദയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി മന്ത്രിയാക്കിയേക്കും. ധനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അമിതാഭ് 1980 ബാച്ച് മുൻ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്.
പ്രധാന വകുപ്പുകൾ വിട്ടു നൽകാതെ BJP മന്ത്രിസ്ഥാനത്തിന് ഫോർമുല. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിനായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ BJP ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ല. ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് രാജ്നാഥ് സിംഗിന്റെയും ധനകാര്യ മന്ത്രിസ്ഥാനത്തേക്ക് മുൻ നീതി ആയോഗ് CEO അമിതാഭ് കാന്തിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട്. JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്കും ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച നേതാക്കൾ നാളെ രാഷ്ട്രപതിയെ കാണാനാണ് നീക്കം. മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാകണം, എങ്കിലേ മലപ്പുറത്ത് വികസനം വരൂ. ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കും അബ്ദുൽ സലാം. മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാകണമെന്ന് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം. എങ്കിലേ മലപ്പുറത്ത് വികസനം വരൂ. മുസ്ലിങ്ങളെ BJP ശത്രുക്കളായി ട്രീറ്റ് ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിനെ NDAയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കും. പോസിറ്റീവായ ഫലമുണ്ടാകും. ലീഗിന് ഒരു മന്ത്രിസ്ഥാനവും കിട്ടും. ഇത് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. മുസ്ലിം വിഭാഗത്തെ NDAയിലേക്ക് അടുപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ലീഗിന് പെട്ടെന്ന് വരാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അവർ വരുന്നത് ഗുണം ചെയ്യും. കേരള സ്റ്റോറി വിവാദവും സുൽത്താൻ പേരുമാറ്റം പോലുള്ള വിഷയങ്ങളും മാറ്റി നിർത്തി വികസനം മാത്രമാണ് ചിന്തിച്ചത്. അതിന്റെ ഇടയിലാണ് ഇത്തരം വിഷയങ്ങൾ കൊണ്ടിട്ട് വളരുന്ന ചെടിയിൽ ഉപ്പിടുന്ന പോലുള്ള പ്രവർത്തികൾ വന്നതെന്നും NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞു. MV ഗോവിന്ദന്റെ അപകീർത്തി കേസ് സ്വപ്ന സുരേഷിന് ജാമ്യം. കേസ് ഈ മാസം 26 മാറ്റി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് സ്വപ്ന സുരേഷ് ജാമ്യമെടുത്തത്. പലതവണ ഹാജരാകാൻ സമൻസ് നൽകിയെങ്കിലും കേസിൽ ഒന്നാം പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല. പിന്നീട് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഹാജരായത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ 30 കോടി രൂപ വിജേഷ് പിള്ള മുഖേന MV ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്നയുടെ ആരോപണം. ഗാസയിലെ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടു. ഗാസയിലെ ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 27ഓളം പേർ കൊല്ലപ്പെട്ടു. കോമ്പൗണ്ടിൽ ഹമാസ് തീവ്രവാദികളെ പാർപ്പിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും യുദ്ധം കാരണം പലായനം ചെയ്ത ആളുകൾക്ക് സ്കൂൾ കോമ്പൗണ്ടിൽ അഭയം നൽകുകയാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പറഞ്ഞു. കൊണ്ടോട്ടിയിൽ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം, 12 പേർക്ക് പരിക്ക്. മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മുറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിലാണ് സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഡ്രൈവറും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 12 പേർക്കാണ് പരിക്കേറ്റത്. റോഡിന്റെ ഒരു വശത്തു നിന്ന് വണ്ടി ചെറിയ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. തലകീഴായി മറിഞ്ഞ വാൻ മരത്തിൽ തട്ടി നിന്നു. പരിക്കേറ്റവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഞ്ജു ടെക്കിയുടെ കാർ രജിസ്ട്രേഷൻ റദ്ദാക്കും. ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. സർക്കാർ ഹൈക്കോടതിയിൽ. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസെടുക്കുമെന്നും പിഴ ഈടാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.